പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒബ്ജക്റ്റിനെ നോക്കുമ്പോൾ അത് അടുത്തായിട്ടും വലുതായിട്ടും കാണാൻ പറ്റും. ഇത് വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ ടെമ്പർ ഗ്ലാസ്സാണ്. വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ 33% മാഗ്നറ്റ് കളർ. അപ്പോൾ നമ്മൾ കാണുന്ന ഒബ്ജക്റ്റ് വലുതായിട്ടും അടുത്തായിട്ടും കാണാൻ പറ്റും. അപ്പോൾ ഇഷ്ടംപോലെ മീനുകളുണ്ട്, സീ അനിമലുണ്ട്. നമ്മുടെ സൈഡിൽ കൂടി ഇങ്ങനെ വന്നിങ്ങനെ പോകും. നമ്മുടെ കൈ പിടിക്കാൻ കിട്ടില്ല, പിടിക്കാൻ പറ്റില്ല. നമ്മൾ മുകളിൽ കൂടി ഇങ്ങനെ വരുന്നത് പോകും. ഇഷ്ടംപോലെ മീനുകളുണ്ട്. ഓക്കെ, ചിലപ്പോൾ ഫേസ് മാസ്ക് കറക്റ്റ് ആവാതിരുന്നാൽ, മീൻസ് എല്ലാവരുടെയും ഫേസ് ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ നമ്മുടെ മാസ്ക് സൂട്ട് ആവാതിരുന്നാൽ ചിലപ്പോൾ വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. മുടി അതുപോലെ മാസ്കിനകത്ത് കയറി കഴിഞ്ഞാൽ വെള്ളം മാസ്ക് കൂടി ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കയറി കഴിഞ്ഞാൽ ബേജാറാവണ്ട, പേടിക്കേണ്ട ഒരാവശ്യമില്ല. അതാണ് വായിൽ കൂടി നമുക്ക് ഫുൾ ടൈം ശ്വാസം കിട്ടിക്കൊണ്ടിരിക്കണം. ഓക്കെ, വായിൽ കൂടി എടുക്കുക, മൂക്കിൽ കൂടി വിട്ടുകൊണ്ടിരിക്കുക. മൂക്കിൽ കൂടി എടുക്കാൻ പാടില്ല, മൂക്കിൽ കൂടി വിട്ടുകൊണ്ടിരിക്കുക. വെള്ളം കയറുകയാണെങ്കിൽ വെള്ളം കയറാൻ സ്വല്പം മൂക്ക് കണ്ണ് എരിയണ പോലെ തോന്നും. ഉപ്പ് വെള്ളമായതുകൊണ്ട് എരിയണ പോലെ, വേറെ ഒരു കുഴപ്പമില്ല. വായിൽ കൂടി നമുക്ക് ശ്വാസം കിട്ടിക്കൊണ്ടിരിക്കുക. മൂക്ക് കൂടി വിട്ടുകൊണ്ടിരുന്നാൽ മതി. വെള്ളം കയറുകയാണെങ്കിൽ വാൽക്കൂടി എടുത്ത് വാൽക്കൂടി തന്നെ വിടാം. ഓക്കെ, ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഞങ്ങൾ കാണിക്കുന്നു മൂക്ക് കൂടി ശ്വാസം വിടാൻ കാണിക്കും. അപ്പോൾ മൂക്ക് കൂടി ശ്വാസം വിടും. ജസ്റ്റ് ഒന്ന് വളർന്നിട്ട് വാൽക്കൂടി ശ്വാസം എടുക്കുക. ഇവിടെ കൂടി ഫുൾ വെള്ളം പൊക്കോളും. നമ്മളിങ്ങനെ കവിഞ്ഞാണ് പോകണമെങ്കിൽ വെള്ളം പോകില്ല, ഇവിടെ കൂടി ഏറെ പോകും. അപ്പം വെള്ളം കാണുവാണെങ്കിൽ ഇവിടെ കൂടിയാണ് പോകുന്നത്. അപ്പോൾ വെള്ളം പൊക്കോളും. ഓക്കെ.